ലോകത്തിന്റെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് പണക്കാരന്റെ എല്ലാ അർത്ഥത്തിലുള്ള കഴുത്തറക്കുക വഴിയാണ് പട്ടിണിക്കാരന്റെ പട്ടിണി മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് കേരളത്തിലെ നക്സലിസം അവിടെയുള്ള 1960കളിലെ യുവസമൂഹങ്ങളുടെ മനസ്സിൽ കുത്തിനിറച്ച ചിന്ത. എന്നാൽ നക്സലിസത്തിന്റെ താത്വികാചാര്യന്മാർ ഇന്ന് തുടർലേഖനങ്ങൾ എഴുതുന്നു. മാതൃഭൂമി, പച്ചക്കുതിര പോലുള്ള മലയാള ആനുകാലികങ്ങളിലൂടെ ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് അബദ്ധം പറ്റി, കുമ്പസരിക്കുന്നു ഇവർ. ആ കാലഘട്ടത്തിൽ ഇത്തരമൊരു ചിന്ത മലയാള മണ്ണിന് പരിചയപ്പെടുത്തുക വഴി എത്രയെത്ര യുവാക്കളുടെ ചുടുചോരയാണ് മലയാള മണ്ണിലൂടെ തലങ്ങും വലങ്ങും ഒഴുകിയത്. എത്രയെത്ര അമ്മമാർക്കാണ് അവരുടെ പൊന്നുമക്കളെ നഷ്ടപ്പെട്ടത്. എത്രയെത്ര സഹോദരിമാർക്കാണ് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടത്. എത്രയെത്ര മക്കൾക്കാണ് അവരുടെ സ്വന്തം പിതാക്കന്മാരെ നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ടുപോയ കുടുംബനാഥന്, നഷ്ടപ്പെട്ടുപോയ ഭർത്താക്കന്മാരെ, നഷ്ടപ്പെട്ടുപോയ പ്രിയ പിതാക്കന്മാരെ തിരിച്ചു നൽകാനാവുമോ ഈ കുമ്പസാരങ്ങൾ കൊണ്ട്? കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നും ചില ബുദ്ധിജീവികൾ മുന്നോട്ട് വെക്കുന്ന അവരുടേതായ വീക്ഷണങ്ങളും ആശയങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയോട് യോജിക്കാനാവുമോ നമുക്ക്? ഈ അടുത്ത് തായ്ലാന്റിലെ അറിയപ്പെടുന്ന ഒരു സിനിമാ താരം അവരുടെ വിവാഹവേദിയിലേക്ക് തന്റെ വരനുമായി കടന്നു വന്നത് ഒരു നൂൽ വസ്ത്രം പോലും ഇല്ലാതെയാണ്. വിവാഹ സ്റ്റേജിലേക്ക് കടന്നു വന്നത് ഒരു നൂൽ വസ്ത്രം പോലും ഇല്ലാതെ. അന്ന് തായ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിലുള്ള സമ്പന്നരും രാഷ്ട്രീയ പ്രമുഖരും വിദ്യാഭ്യാസ രംഗത്തെ കുലപതിമാരുമുള്ള ആ മഹാസദസ്സിലേക്ക് ഭാര്യയും അല്ലെങ്കിൽ ദമ്പതികളായി കടന്നു വന്ന ഇവർ വിവാഹത്തിന് അല്ലെങ്കിൽ വിവാഹ സൽക്കാരത്തിന് കടന്നു വന്ന ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു നൂൽ വസ്ത്രം പോലും അണിയാതെയാണ്. എന്നിട്ട് വിവാഹ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അവര് അതേ ബൈബിളിൽ വിശദീകരിച്ച ആദമിനെയും ഹവ്വായെയും പോലെ അവർ അഭിനയിച്ച് കാണിക്കുക കൂടെ ചെയ്തു. ആളുകൾ കരഘോഷത്തോടെ സ്വാഗതം ചെയ്തു. അവര് പറഞ്ഞത് ഇതാണ് എന്റെ വീക്ഷണത്തിലെ ധാർമ്മികത. ഈ പച്ചത്തോന്നിവാസത്തോടെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് യോജിക്കാനാവുക? ഇങ്ങനെ എന്തെല്ലാം ലോകത്ത് നടക്കുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ വീക്ഷണത്തിൽ മുന്നോട്ട് വെക്കുന്ന നന്മയോട്, ധാർമ്മിക വീക്ഷണത്തോട് എങ്ങനെയാണ് നമുക്ക് യോജിക്കാനാവുക? അതുകൊണ്ട് നമ്മെ നമ്മളാക്കാൻ, മനുഷ്യാസ്തിത്വത്തിന്റെ ഉജ്ജ്വലമായ ഭാവതലങ്ങളിലേക്ക് നമ്മെ ഉയർത്താൻ ദൈവികമായ മാർഗദർശനം കൂടിയേ തീരൂ. ആ മാർഗദർശനവുമായി കൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് നിരവധി അനവധി പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായി. അങ്ങനെ കടന്നു വന്ന പ്രവാചക ശൃംഖലയിൽ അംഗങ്ങളാണ് ഇബ്രാഹിം നബിയും അബ്രഹാമും ജീസസും മോസസും ഇസ്മായേലും ഇസ്ഹാഖും അതേപോലെ തന്നെ ആ പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. നമ്മൾ അറിയേണ്ടതുണ്ട്, ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഈ സത്യമതത്തിന്റെ പ്രബോധകരും പ്രവാചകരുമായി നിരവധി അനവധി പ്രവാചകന്മാർ കടന്നു വന്നു. ആ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന് ശേഷിപ്പുകളാകാം ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്തിലടക്കം ഏകദൈവാരാധനയുടെ ശേഷിപ്പുകൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട ഉത്ഖനന ഗവേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും ഒരിക്കലും ആ കാലഘട്ടത്തിൽ ഒരു സിട്ടിപൂജയിലേക്ക് പോകാനുള്ള സാധ്യത നന്നേ കുറവാണെന്നും പലപ്പോഴും ഏകദൈവാരാധന ബന്ധപ്പെട്ട ചിന്തകൾക്കാണ് സാധ്യതകൾ ഏറെയെന്നുമുള്ള പഠനങ്ങളിൽ വരെ ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാനം ഏകദൈവാരാധനയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോയി വികലമായ ബഹുദൈവ ചിന്തയിലേക്കും ആരാധനയിലേക്കും എന്ന് നമ്മൾ സത്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വരിക ഏകദൈവാരാധനയിലേക്ക്, വരിക ദൈവികമായ മാർഗത്തിലേക്ക്, ദൈവികമായ മാർഗദർശനത്തിലേക്ക്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയേണ്ടതുണ്ട് നമ്മൾ അദ്ദേഹത്തെ, പഠിക്കേണ്ടതുണ്ട് നമ്മൾ അദ്ദേഹത്തെ, മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അദ്ദേഹത്തെ. പലപ്പോഴും നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്നത് എങ്ങനെയാണ്? പ്രവാചകനെ കേൾക്കുന്നത് എവിടെ നിന്നാണ്? പലപ്പോഴും ചില പത്രങ്ങളും ചില കാരിക്കേച്ചറുകളിൽ നിന്നും ചില മീഡിയകളിൽ നൽകുന്ന വികലമായ വികൃതമായ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിൽ. അതേസമയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും വിശുദ്ധ ഖുർആനിൽ നിന്നും ആ വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക വിശദീകരണമായ പ്രവാചകന്റെ പച്ചയായ ജീവിതത്തിൽ നിന്നുമാണ്. എങ്കിൽ മാത്രമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പൂർണ്ണമായ കൃത്യമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനല്ല. അറബികളെ നന്നാക്കാൻ വേണ്ടി മാത്രം കടന്നു വന്ന ഒരു പ്രവാചകനുമല്ല. അറബി ഗോത്ര സമൂഹത്തെ ഇണക്കി ചേർക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു ഗോത്ര നേതാവുമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനായ സത്താവിനാൽ നിയോഗിതനായ ലോകാവസാനം വരേക്കുമുള്ള മാനവരാശിക്ക് മാർഗദർശനവുമായി കടന്നു വന്ന, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ കടന്നു വന്ന, നരകത്തെക്കുറിച്ചുള്ള ശക്തമായ താക്കീതുമായി കടന്നു വന്ന മാനവരാശിയുടെ നന്മയുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകനാണ് പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ പ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിൻ അക്തറന്നാസി ലാ യഅലമൂൻ. ലോകത്തെ മുഴുവൻ ജനങ്ങളിലേക്കും സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാനും നരകത്തെക്കുറിച്ചുള്ള താക്കീത് നൽകാനും സട്ടാവിനാൽ നിയോഗിതനായ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വഇന്നക ലഅലാ ഖുൽഖിൻ അളീം 68-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനത്തിൽ അത്യുത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ് താങ്കൾ എന്ന് ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നു. വഇന്നക ലഅലാ ഖുൽഖിൻ അളീം എന്ന് പരിചയപ്പെടുത്തിയ ഗ്രന്ഥം ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അനുപമമായ മാതൃക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന്. കാരുണ്യത്തിന്റെ സന്ദേശം, നന്മയുടെ സന്ദേശം, സമാധാനത്തിന്റെ സന്ദേശ പ്രചാരകനുമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത്. ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ചത് ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരുടെ കരുണ കാണിക്കുന്ന പക്ഷം ഉപരിയിലുള്ള കാരുണ്യവാൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് റസൂലുള്ളാഹി ലോകത്തെ പഠിപ്പിച്ചത്. ഇങ്ങനെ കാരുണ്യത്തിന്റെ സന്ദേശത്തെ ലോകത്തിന് വിശദീകരിച്ചതെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലാപത്തിന്റെ പ്രവാചകനാണോ? അതല്ല, കാരുണ്യത്തിന്റെ പ്രവാചകനാണോ? ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ അജർ. പച്ചക്കറുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലാപത്തിന്റെ പ്രവാചകനാണോ? അതല്ല, കാരുണ്യത്തിന്റെ പ്രവാചകനാണോ? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദാ അല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം എന്ന 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിന്റെ ശ്രദ്ധേയമായ വചനങ്ങൾ ഓതിക്കൊണ്ട് നന്മയും തിന്മയും സമമാവില്ല. തിന്മക്കെതിരെ നന്മ കൊണ്ട് പ്രതികരിച്ചാൽ നിങ്ങളുടെ കഠിന ശത്രു പോലും നിങ്ങളുടെ ഉറ്റമിത്രമായി തീരുമെന്ന് ലോകത്തെ പഠിപ്പിക്കുകയും അതിനനുസരിച്ച് തന്റെ ജീവിതത്തെ പ്രായോഗികവൽക്കരിക്കുകയും തന്നെ വധിക്കാൻ ശ്രമിച്ച ജൂത വനിത ഭക്ഷണത്തിൽ വിഷം വിളമ്പിക്കൊടുത്തപ്പോ പ്രവാചകന്റെ കൺമുന്നിൽ വെച്ച് പ്രവാചകന്റെ അനുചരൻ ഭക്ഷണം കഴിച്ച് പിടഞ്ഞു വീണപ്പോ ആ ഭക്ഷണത്തിൽ നിന്ന് പ്രവാചകൻ അല്പം വായിലേക്ക് ഇട്ടപ്പോ ഈ പിടഞ്ഞു വീഴുന്ന രംഗം കണ്ട് ഉടൻ സട്ടാവിനുള്ള വഹീന്റെ വെളിച്ചത്തിൽ അതിൽ വിഷമുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ അനുയായികൾ പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ച ആ ജൂത സ്ത്രീയെ കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോ കൊല്ലരുതവളെ എന്ന് പ്രതികരിച്ച പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന വഴിയിൽ ഒരു നീളമുള്ള വസ്ത്രമെടുത്ത് പ്രവാചകന്റെ കഴുത്തിൽ മുറുക്കി വലിച്ച് പ്രവാചകന് പ്രയാസമുണ്ടാക്കുകയും പ്രവാചകനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ജൂതനോട് അദ്ദേഹത്തിന് കൂടുതൽ ഈത്തപ്പഴം അളന്നു കൊടുക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ട മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇങ്ങനെ പ്രവാചക ജീവിതത്തിലെ എത്രയെത്ര സംഭവങ്ങൾ നന്മയുടെ, സത്യത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മദീനയിൽ ഉന്നത ഗോത്രത്തിൽപ്പെട്ട മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിച്ചു. വിവരമറിഞ്ഞ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ കർക്കശമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനിരിക്കെ അവർക്ക് വേണ്ടി ചില ശുപാർശകരായിക്കൊണ്ട് ചില വ്യക്തികൾ മുന്നോട്ട് വന്നു. അവർക്കെതിരെ നിങ്ങൾ കർക്കശമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കരുത്, ഇളവ് കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ ചുമന്നു. നിങ്ങളുടെ മുൻഗാമികളായ ജൂത ക്രൈസ്തവരുടെ നാശത്തിന് കാരണം സമൂഹത്തിൽ ഉന്നതരായ ആളുകൾ കുറ്റവും തെറ്റും ചെയ്യുമ്പോ വെറുതെ വിടുക, പാവപ്പെട്ട ആളുകൾ ചെയ്യുമ്പോ അവരെ ക്രൂരമായി ശിക്ഷിക്കുക, ഇതാണ് നിങ്ങളുടെ മുൻഗാമികളുടെ നാശത്തിന് കാരണം. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക, എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ അവളുടെ കരം ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച നന്മയുടെ, നീതിയുടെ പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ജീവിതത്തിന്റെ ഏതേത് തലങ്ങളിലും എല്ലാ അർത്ഥത്തിലും നന്മയുടെ, സത്യത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഗീയതക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിച്ച പ്രവാചകനാണ്. വർഗീയതയ്ക്ക് വേണ്ടി കോപിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി വാളെടുക്കുന്നവൻ, വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെടുന്നവൻ, വർഗീയതയുടെ പേരിൽ കോപിക്കുന്നവൻ, അവന്റെ മരണം ജാഹിലിയ മരണമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച് എല്ലാ അർത്ഥത്തിലുള്ള വർഗീയതയ്ക്കെതിരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു ചരിത്ര പുരുഷൻ ലോക ചരിത്രത്തിന്റെ താളുകളിൽ എവിടെയാണ് കഴിഞ്ഞുപോയിട്ടുള്ളത്? ആ പ്രവാചകന്റെ ആദർശത്തെ നെഞ്ചിലേറ്റുന്ന മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് വർഗീയവാദികളാകാനാവുക? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്നാൽ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും നന്മയുടെ, നീതിയുടെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നില്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രവാചക മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയായിരുന്നു പ്രവാചക ജീവിതത്തിലെ അവസാനത്തെ 10 വർഷങ്ങൾ. ആ സമയത്തുള്ള ചില സമീപനങ്ങളും ഒരു രാഷ്ട്രനായകൻ എന്നുള്ള സമീപനങ്ങളെ
വിലയിരുത്തിക്കൊണ്ട് പ്രവാചകനെ യുദ്ധക്കൊതികനായും ഇസ്ലാമിനെ യുദ്ധത്തിന് ആഹ്വാനം നൽകുന്ന ഗ്രന്ഥമായും ഖുർആനിനെ യുദ്ധത്തിന് ആഹ്വാനം നൽകുന്ന ഗ്രന്ഥമായും വരെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് യുദ്ധം? യുദ്ധത്തെക്കുറിച്ച് ഏതൊക്കെ മതദർശനങ്ങളാണ് പറയുന്നത്? ഈ അടുത്ത കാലത്ത് കൽക്കട്ട ഹൈക്കോടതിയിൽ 1985 ചന്ദമൽ ചോപ്ര എന്ന വ്യക്തി ഒരു കേസ് ഫയൽ ചെയ്തു. വിശുദ്ധ ഖുർആൻ നിരോധിക്കണം, ഏറ്റവും ചുരുങ്ങിയത് ഖുർആനിലെ 24 ആയത്തെങ്കിലും കളയണം, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ആകെ പ്രശ്നമാകും. ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഖുർആനാണ്. കാരണം ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു, വാളിനെ കുറിച്ച് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, യുദ്ധത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു എന്നത് സത്യമാണ്. യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് ഖുർആൻ മാത്രമാണോ? ലോകത്ത് വാളിനെ കുറിച്ച് യുദ്ധത്തെക്കുറിച്ച് പറയാത്ത ഏത് മതഗ്രന്ഥമാണ് ലോകത്തുള്ളത്? ക്രൈസ്തവ ദാർശനിക പ്രമാണങ്ങളുടെ താളുകൾ മറിച്ചാൽ അവിടെയില്ല യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. ഈ അടുത്ത അമേരിക്കൻ മിഷണറിയായ അമേരിക്കൻ ക്രൈസ്തവ മത പ്രചാരകനും പ്രബോധകനുമായ ജെറി ജോൺസ് പറഞ്ഞത് വിശുദ്ധ ഖുർആനിനെ വിചാരണക്കെടുക്കണം, എന്നിട്ട് വിശുദ്ധ ഖുർആനിനെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധ ഖുർആനിനെ വിധിക്കണം. എന്താണ് വിധി? ഖുർആൻ കീറി വലിച്ചെറിയണം, അല്ലെങ്കിൽ ഖുർആൻ കത്തിക്കണം. എന്തേ കാരണം? ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു എന്ന്. ഇങ്ങനെ പറയുന്ന ജെറി ജോൺസ് തന്റെ മതപ്രബോധനത്തിന് കൊണ്ടു നടക്കുന്ന ക്രൈസ്തവ ദാർശനിക പ്രമാണങ്ങളിൽ, ബൈബിൾ, പഴയ പുതിയ നിയമപുസ്തകങ്ങളിൽ യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശമില്ലേ? വാളിനെ കുറിച്ചുള്ള പരാമർശമില്ലേ? ആവർത്തന പുസ്തകം വളരെ കൃത്യമായി 20-ാം അധ്യായത്തിന്റെ 12 മുതൽ 19 കൂടിയ വരികളിൽ അതേ ശത്രു വിഭാഗങ്ങളോടുള്ള യുദ്ധത്തിന് ശേഷം ആ വിഭാഗത്തിലെ മുഴുവൻ യോദ്ധാക്കളെയും പുരുഷ യോദ്ധാക്കളെയും കൊന്നെടുക്കണമെന്നും സ്ത്രീകളെയും കുട്ടികളെയും തടങ്കിലാക്കണമെന്നും അടിമകളാക്കണമെന്നും സകല സമ്പത്തും കൊള്ളയടിക്കണമെന്നുള്ള വേദ ദാർശനിക പ്രമാണങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു എന്ന് ഇദ്ദേഹം പറയുന്നത്. പിലോത്തോസിന്റെ പടയാളികൾ യേശുവിനെ ആക്രമിക്കാൻ കടന്നു വന്നപ്പോ തന്റെ അനുയായികളോട് യേശു പറയുകയാണ്, നിങ്ങൾ മേലെങ്കി വിറ്റ് വാള് വാങ്ങിക്കുക, മേൽമുണ്ട് വിറ്റെങ്കിലും വാള് വാങ്ങിക്കുക, അവര് കൊല്ലാൻ വരുമ്പോ ഒന്ന് പ്രതിരോധിക്കാൻ എന്ന് പഠിപ്പിച്ച ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിൽ 36-ാമത്തെ വചനം. ഈ വചനം വായിച്ച പഠിച്ച ആളല്ലേ ജെറി ജോൺസനെ പോലെയുള്ള ആളുകൾ? എന്നിട്ട് പ്രശ്നം ഖുർആനാണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കണം. ചന്ദമൽ ചോപ്രയെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തിന് അറിയില്ലേ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് ചതുർവേദ സംഹിതകൾ. ചതുർവേദ സംഹിതയിലെ ഏറെ ശ്രദ്ധേയമായ വേദമാണല്ലോ ഋഗ്വേദം. ഋഗ്വേദത്തിന് 10-ാം മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം ഭാഗങ്ങളും ആര്യദസ്സു യുദ്ധങ്ങളെ കുറിച്ചുള്ള വിശദീകരണമാണ്. ആര്യദസ്സു സംഘടനകളെ കുറിച്ചുള്ള വിശദീകരണമാണ്. നേർക്ക് നേരെയുള്ള പച്ചയായ യുദ്ധത്തിന്റെ വിശദീകരണമാണ്. അതുകൊണ്ട് ഋഗ്വേദം പ്രശ്നമാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം, ഇതിഹാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ മഹാഭാരതവും അതേപോലെ തന്നെ രാമായണവും. രാമരാവണ യുദ്ധമില്ലായിരുന്നുവെങ്കിൽ രാമായണമുണ്ടോ? തന്റെ പ്രിയതമയെ തട്ടിക്കൊണ്ടുപോയ രാവണനോട് ശ്രീരാമചന്ദ്രൻ എന്ത് നിലപാട് സ്വീകരിക്കണം? ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ, ഒരു ധർമ്മ ഭർത്താവ് എന്ന നിലയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം ശ്രീരാമചന്ദ്രൻ? അങ്ങനെ രാമരാവണ യുദ്ധമാണ് രാമായണം എന്നതൊരു പരമയാഥാർത്ഥ്യമാണ്. യുദ്ധത്തെക്കുറിച്ച് പറയുന്നു രാമായണം എന്നുള്ളത് കൊണ്ട് രാമായണം പ്രശ്നമാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? മഹാഭാരതം നമുക്കറിയാവല്ലോ, പാണ്ഡവരും കൗരവും തമ്മിൽ നടന്ന ശ്രദ്ധേയമായ യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ച കുരുക്ഷേത്ര ഭൂമി. ആ കുരുക്ഷേത്ര ഭൂമിയിൽ തന്റെ ഉറ്റവരെ ഉടയവരെ കണ്ട് യുദ്ധം ചെയ്യാൻ ഞാനില്ല എന്നും അവരെ കൊന്നിട്ട് എനിക്കൊന്നും നേടാനില്ല എന്നും എനിക്കൊന്നും വേണ്ട കൃഷ്ണ എന്ന് പ്രതികരിച്ച പാർത്ഥനോട് അർജുനനോട് എന്തേ ശ്രീകൃഷ്ണൻ പറഞ്ഞത്? ഗീത, ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 37-ാമത്തെ വചനം, ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ഭോക്ഷസേ മഹീം തത്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അല്ലയോ കൗന്ദേയ, കുന്തിപുത്ര, നീ മരിച്ചാൽ നിനക്ക് സ്വർഗമാണ്, ജയിച്ചാൽ നിനക്ക് ഇന്ദ്രപ്രസ്ഥമാണ്. അതുകൊണ്ട് തത്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അതുകൊണ്ട് നിശ്ചയിച്ചുറപ്പിച്ച യുദ്ധത്തിന് വേണ്ടി നീ എഴുന്നേൽക്കണമെന്നല്ലേ ശ്രീകൃഷ്ണൻ കൗന്ദയനോട് പറയുന്നത്, അർജുനനോട് ആവശ്യപ്പെടുന്നത്? അതുകൊണ്ട് ഭഗവത്ഗീത പ്രശ്നമാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ സഹോദരങ്ങളെ? അപ്പൊ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു മഹാഭാരതം, യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യുദ്ധഭൂമിയിലാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ ജന്മം. അതേപോലെ രാമരാവണ യുദ്ധമാണ് രാമായണത്തിന്റെ ആത്മാവ്. അതോടൊപ്പം തന്നെ ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിന്റെ പ്രധാന ഭാഗം തന്നെ യുദ്ധമാണ്.
ബൈബിളിലെ സാഖ്യ പുസ്തകത്തിലെ പ്രവാചകന്മാർ നയിച്ച യുദ്ധത്തെക്കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങൾ, ആവർത്തന പുസ്തകത്തിലെ പരാമർശങ്ങൾ, പുതിയ നിയമ പുസ്തകത്തിലെ പരാമർശങ്ങൾ, വിശുദ്ധ ഖുർആനിലും ഉണ്ട് യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. എപ്പോഴാ യുദ്ധം? വഴിയിലൂടെ പോകുന്ന സകല ഹിന്ദുക്കളുടെയും തലവട്ടാൻ ഖുർആൻ എവിടെയും പറയുന്നുണ്ടോ? ഇല്ല. സകല ക്രിസ്ത്യാനികളുടെയും തലവട്ടാൻ ഖുർആൻ എവിടെയും പറയുന്നുണ്ടോ? ഇല്ല. എപ്പോഴാണ് യുദ്ധത്തെക്കുറിച്ച് ഖുർആൻ സംസാരിച്ചത്? 13 കൊല്ലം നീണ്ട 13 കൊല്ലം മക്കയിൽ ഈ മഹാപ്രപഞ്ചത്തിന് നാഥന് മാത്രമേ ആരാധിക്കാവൂ എന്ന പ്രബോധന വീതിയിൽ സജീവമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും. നിരന്തരമായ പീഡനങ്ങൾ, ഈ ലോകത്തിന് ഒരേ ഒരു നാഥനേ ഉള്ളൂ, സട്ടാവേ ഉള്ളൂ എന്നതിന്റെ പേരിൽ ബഹിഷ്കരിക്കപ്പെട്ട ആളുകൾ, ചീത്തവിളികളും മർദ്ദനങ്ങളും കുത്തുവാക്കുകളും പരിഹാസവാക്കുകൾക്കും വിധേയരായ ആളുകൾ, കല്ലെറിയലുകൾക്ക് വിധേയരായ ആളുകൾ, ക്രൂരമായ മർദ്ദനങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട ആളുകൾ, ആ പ്രവാചകന്റെ കൺമുന്നിൽ വെച്ച് വരെ ശുദ്ധ ഏകദൈവാരാധന നെഞ്ചുനേറ്റിയ ചില അനുയായികൾ ക്രൂരമായി അറുകൊല ചെയ്യപ്പെട്ടു മക്കയിൽ. അപ്പോഴൊന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രു വിഭാഗങ്ങൾക്കെതിരെ ചെറുവിരൽ അനക്കിയില്ല. ക്ഷമയുടെ, സഹനത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള നീണ്ട 13 വർഷ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശുദ്ധ ഏകദൈവാരാധന പറയുമ്പോ കല്ലെറിയാൻ ആളുണ്ടാവും. അങ്ങനെ തന്നെയല്ലേ ഏതു പ്രദേശത്തിലും ഏകനായ സത്താവിന് മാത്രമേ ആരാധിക്കാവൂ, മറ്റാരെയും ആരാധിക്കരുത്. അതാരുമാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, മനുഷ്യ ദൈവങ്ങളാകട്ടെ, നിർജീവ വസ്തുക്കളാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, പുണ്യാത്മാക്കളാകട്ടെ, അവതാരങ്ങളാകട്ടെ, ആരുമാകട്ടെ, സത്താവിന് മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോ പല ആളുകൾക്കും സഹിക്കില്ല. പക്ഷെ പ്രമാണങ്ങൾ അതാണ് പറയുന്നത്, ദാർശനിക പ്രമാണങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ തെറ്റിപ്പോയത് നമ്മുടെ കുറ്റമാണ്, നമ്മുടെ തെറ്റാണ്. പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരലാണ് ശരി, എപ്പോഴാണ് നമ്മൾ ബോധ്യപ്പെടുക? ആ ശരിയിലേക്ക് എപ്പോഴാണ് നമ്മൾ തിരിച്ചു വരിക? തിരിച്ചു വരേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന്, അതിവേഗം മഹിതമായ ആദർശത്തിലേക്ക് തിരിച്ചു വരണം. ഞാൻ പറഞ്ഞത് നീണ്ട 13 വർഷത്തെ നിരന്തരമായ പീഡനങ്ങൾ സഹിച്ച് ഒടുവിൽ സ്വന്തം നാടും വീടും സ്വത്തും കുടുംബവും എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയ മുസ്ലിങ്ങൾ. എന്തിനായിരുന്നു ഇവർ പോയത്? ഏകനായ സത്താവിന് മാത്രം ആരാധിച്ച് സമാധാനത്തോടെ നിർഭയത്വത്തോടുകൂടെ മദീനയിൽ ജീവിക്കാൻ. അതിനും സമ്മതിച്ചില്ല മക്കയിലെ ശത്രുക്കൾ. മക്കയിൽ തങ്ങൾ ഉപേക്ഷിച്ചു പോയ, മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചു പോയ സമ്പത്തെല്ലാം ഇവര് കൊള്ളയടിക്കുകയും ആ സമ്പത്ത് ഉപയോഗിച്ച് കച്ചവടം ചെയ്ത് ആ കച്ചവടത്തിലൂടെ കൊള്ളലാഭം നേടി ആ കൊള്ളലാഭം കൊണ്ട് ആയുധങ്ങൾ വാരിക്കൂട്ടി ആ ആയുധം കൊണ്ട് മക്കയിൽ മദീനയിലെ മുസ്ലിങ്ങളെ കൊല്ലാനും മദീനയെ തകർക്കാനും ഇവർ തീരുമാനിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിയുന്നു. ഒരു രാഷ്ട്രനായകൻ എന്ന നിലയിൽ എന്തു ചെയ്യണം? തന്നെയും തന്റെ അനുയായികളെയും ജൂതന്മാരടക്കമുള്ള മദീനയെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ തങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് തന്നെ മദീനയെ വളയാൻ വരുന്നു എന്ന് വിവരം അറിയുമ്പോൾ സ്വാഭാവികമായും തന്റെ നാടിനോട്, പ്രജകളോട്, സമൂഹത്തോട്, രാഷ്ട്രത്തോട് ബാധ്യതയുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഇന്ത്യയെ ആക്രമിക്കാൻ മറ്റേതെങ്കിലും രാഷ്ട്രം അല്ലെങ്കിൽ ചൈന മുന്നോട്ട് വന്നാൽ, റഷ്യ മുന്നോട്ട് വന്നാൽ, ശ്രീലങ്ക മുന്നോട്ട് വന്നാൽ കയ്യും കെട്ടി മിണ്ടാതെ നിൽക്കുകയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയെങ്കിൽ ഇവരെന്ത് ബാധ്യതയെ നിർവഹിക്കേണ്ടത്? പ്രതികരിക്കേണ്ടത് രാഷ്ട്രത്തെയും ഈ ഇന്ത്യ മഹാരാജ്യത്തെയും കാത്തു സംരക്ഷിക്കുക എന്നത് രാഷ്ട്രത്തെ ഭരിക്കുന്ന ഭരണ നേതൃത്വത്തിന് ഉത്തരവാദിത്തമാണ്. സത്യമല്ലേത്? ഏത് രാഷ്ട്ര സംവിധാനത്തിന് നേതൃത്വം അത് തന്നെയാണ് ചെയ്യേണ്ടത്. കയ്യും കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് അനീതിയാണ്, അതിക്രമമാണ്, രാഷ്ട്രത്തോടുള്ള, രാഷ്ട്രത്തിലെ ജനങ്ങളോടുള്ള അതിക്രമമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ രാഷ്ട്രനായകനാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ആ മണ്ണിലെ ജൂതന്മാരടക്കമുള്ള മദീനയെ മൊത്തം തകർക്കാൻ കടന്നു വരുന്ന നിഷേധികളെ പ്രതിരോധിക്കേണ്ടത് രാഷ്ട്ര നേതൃത്വത്തിന്റെ ബാധ്യതയാണ്. ആ പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ യുദ്ധം ബദർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യം എന്താ? 22-ാം അധ്യായം സൂറ ഹജ്ജിന്റെ 39-ാമത്തെ വചനത്തിൽ നിരന്തരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായ നിങ്ങൾക്കിതാ ഇപ്പോഴാണ് യുദ്ധാനുമതി അള്ളാഹു നൽകുന്നത് എന്ന്. അതെ, സ്വന്തം അസ്തിത്വത്തിന് നിലനിൽപ്പിന് വേണ്ടി, തങ്ങളുടെ ആദർശത്തിന് നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം ആശയത്തിന് നിലനിൽപ്പിന് വേണ്ടി ഒരു പ്രത്യേക നിർബന്ധിത സാഹചര്യത്തിൽ പ്രതിരോധ വലയം സൃഷ്ടിക്കുന്ന മുസ്ലിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ പോലും വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. രണ്ടാമത്തെ ബഖറ 190-ാമത്തെ വചനം. മതത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ശത്രുക്കളോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. എപ്പോ, എവിടെ? എല്ലാവരോടും കയറി യുദ്ധം ചെയ്യാനല്ല ഖുർആൻ പറയുന്നത്. സ്വന്തം ആദർശത്തിന് നിലനിൽപ്പിന് വേണ്ടി ഒരു രാഷ്ട്ര നേതൃത്വത്തിന് വെളിച്ചത്തിൽ ഇമാരത്തിന്റെ കീഴിലായിരിക്കണം ഈ യുദ്ധം എന്നടക്കം പറയുന്നു വിശുദ്ധ ഖുർആൻ. അവിടെ പോലും പരിധികൾ ലംഘിക്കരുത്. സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്,
പുരോഹിതന്മാരെ കൊല്ലരുത്, ആരാധനാലയങ്ങൾ തകർക്കരുത് എന്ന് തുടങ്ങിയ നിരവധി അനവധി നിർദ്ദേശങ്ങൾ, മര്യാദകൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങൾ ഒരുമിച്ചിരുന്ന് ജനീവ കരാറിലെ 48ാം ഖണ്ഡിക എഴുതി വെച്ചത് ജനങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങളിൽ ബോംബിടരുത്, ആശുപത്രികൾ, അതേപോലെ തന്നെ ജംഗ്ഷനുകൾ, ടൗണുകൾ, ജനങ്ങൾ ഒറ്റക്കെട്ടായി കൂട്ടമായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ ബോംബിടരുത്, പട്ടാളക്കാരായിട്ടായിരിക്കണം യുദ്ധം, അതെ യുദ്ധം നടത്തേണ്ടത് പടയാളികളായിട്ടാണ്, യുദ്ധം നടത്തേണ്ടത് സൈനികരായിട്ടാണ്, സിവിലിയന്മാരെ ആക്രമിക്കരുത് എന്നാണ് ജനീവ കരാറിന്റെ 48ാം ഖണ്ഡിക. അത് എഴുതി തീരുന്നതിന് മുമ്പ് തന്നെ തകർത്തെറിഞ്ഞു. ലോകത്തെ ലക്ഷക്കണക്കിന് പൗരന്മാരുടെ ജീവൻ കാർന്നെടുത്തില്ലേ ഈ പറയുന്ന ലോകത്തെ കുത്തക സാമ്രാജ്യത്ത് മുതലാളിമാർ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരംഗത്തെ സമീപനം നോക്കി ഇങ്ങനെ വിശുദ്ധ ഖുർആൻ യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. എപ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. ലോകത്തെ എല്ലാ മതഗ്രന്ഥങ്ങളും യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ. എന്നാൽ ഇതിന്റെ വെളിച്ചത്തിൽ വിശുദ്ധ ഖുർആൻ പ്രശ്നമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയാനുള്ള സന്മനസ്സ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്നും സത്യത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയാണ് ഇസ്ലാം. എല്ലാ അർത്ഥത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ ശബ്ദിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. വിശ്വാസ രംഗത്തെ സകലവിധ ചൂഷണങ്ങൾക്കും എതിരെ ശബ്ദിക്കുന്നു ഖുർആൻ. സട്ടാവിനെ നേർക്കുനേരെ നിങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. അതിലൊരു മദ്യാളന്റെയും ആവശ്യമില്ല, ഒരു ഇടനിലക്കാരന്റെയും ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ മിട്ടിപ്പും തുടിപ്പും അറിയുന്നവനാണ് നിങ്ങളുടെ സട്ടാവ്. നിങ്ങളുടെ മനസ്സിന്റെ വേദനകളും യാതനകളും അറിയുന്നവനാണ് സട്ടാവ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളെ കുറിച്ചും ഇന്നിനെ കുറിച്ചും നാളെയെ കുറിച്ചും കൃത്യമായി അറിയുന്നവനാണ് സട്ടാവ്. ആ ഹൃദയത്തിന്റെ മുടിപ്പറയുന്ന സട്ടാവിന്റെ മുന്നിലാകണം നമ്മുടെ പ്രാർത്ഥനയും, നമ്മുടെ പൂജയും, നമ്മുടെ നേർച്ചയും, നമ്മുടെ സമർപ്പണവും, നമ്മുടെ അർച്ചനകളും എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. അതുകൊണ്ട് ദൈവത്തിന്റെ പേരിലുള്ള, സട്ടാവിന്റെ പേരിലുള്ള സകലവിധ ചൂഷണങ്ങളുടെയും അടിവേരറുക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇരുട്ടിന്റെ ശക്തികൾക്ക് സഹിച്ചു കൊള്ളണമെന്നില്ല ഈ മഹിതമായ ആശയത്തെ. സകലവിധ അധാർമികതയുടെ അടിവേരറുക്കുന്ന ഇസ്ലാം, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയെ കുറിച്ച് സംസാരിക്കുന്നു ഇസ്ലാം. അതേ വൈവാഹിക ജീവിതം സട്ടാവിന്റെ അനുഗ്രഹമായി, സട്ടാവിന്റെ ദിവ്യ ദൃഷ്ടാന്തമായി കൊണ്ടാണ് ഖുർആൻ വളരെ കൃത്യമായി 31ാം അധ്യായ സൂറത്തുൽ ലുഖ്മാന്റെ ശ്രദ്ധേയമായ വരികളിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹമായി നിങ്ങൾ സമാധാനത്തോടെ ദമ്പതികൾ ഇണങ്ങിച്ചേരാൻ, ഒരുമിച്ച് കൂടാൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതയും ശാന്തിയും സമാധാനം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? കുടുംബത്തിന്റെ അവസ്ഥ എന്താ? കലുഷിതമായ ഒരു കുടുംബ സാഹചര്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളുടെ അവസ്ഥ എന്താ? ഇന്ന് ലോകത്തറിയപ്പെടുന്ന കുറ്റവാളികളുടെ ആ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും എന്നും പ്രശ്നം ഉണ്ടാക്കുന്ന രക്ഷിതാക്കൾക്കിടയിൽ വളർന്നതാണ് അവരെ ഈ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനുള്ള സഹായകമായത് എന്ന മനഃശാസ്ത്ര രംഗത്തെ പഠനങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര കൃത്യമാണിത്. അതുകൊണ്ട് കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. ദാമ്പത്യ ബന്ധത്തിന്റെ പവിത്രതയെ തിരിച്ചറിയാനുള്ള മനസ്സുണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ചില ആനുകാലികങ്ങൾ ഇതാ, നമ്മുടെ മാതൃഭൂമി ആഴ്ചകളോളം തുടർലേഖനങ്ങൾ എഴുതി. എന്താ അറിയോ? കുടുംബ ജീവിതത്തിന്റെ ആണിവേരും അരക്കല്ലും പിടിച്ചു വലിച്ചെറിയണമെന്ന്. എല്ലാവരും കുടുംബ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒതുങ്ങി കൂടുന്നത്? നിങ്ങൾ പച്ചക്ക് പറഞ്ഞാൽ നിങ്ങൾ വേലി ചാടണം എന്നാണ് മാതൃഭൂമി തുടർലേഖനങ്ങളായി പറഞ്ഞത്. വൈവാഹിക ജീവിതത്തിന്റെ പുണ്യത്തെ, പവിത്രതയെ, അതിന്റെ എല്ലാ അർത്ഥത്തിലും നന്മകളെ ചവിട്ടി മതിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിഴച്ച വെസ്റ്റേൺ സംസ്കാരത്തെ ആവാഹിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കേരളത്തിന് പച്ചക്കുതിര അടക്കമുള്ള ആനുകാലികങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇത് ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന തുടർലേഖനത്തിൽ ഒരു ബുദ്ധിജീവി, മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുന്നയാളെന്ന ആവേശത്തോടെ പലരും പറയുന്ന ആള് പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ എന്നും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്? ചില സമയത്ത് നിങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാറില്ലേ? അതുകൊണ്ട് എന്തിനാണ് സ്വന്തം ഇണയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്? നിങ്ങൾ പുറത്തു പോകണമെന്ന്, ചുവന്ന തെരുവുകളിലേക്ക് പോകണമെന്ന്, വേശ്യകളെയും അഭിസാരികളുടെയും അടുക്കൽ പോകണമെന്നുള്ള പിഴച്ച സംസ്കാരം പഠിപ്പിക്കുകയാണ് നമ്മുടെ ആനുകാലികങ്ങൾ. നമ്മുടെ കുടുംബ ജീവിതത്തിലെ, നമ്മുടെ ഇണയുമായിട്ടുള്ള വിശ്വാസത്തെ തകർക്കുന്ന, കുടുംബ ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലുള്ള സമാധാനത്തിന് തുരങ്കം വെക്കാൻ ആവശ്യപ്പെടുകയാണ് എന്ന ആനുകാലികങ്ങൾ. ഇതിനോട് യോജിക്കാൻ കഴിയില്ല ഇസ്ലാമിന്, ഇതിനോട് യോജിക്കാൻ കഴിയില്ല സട്ടാവിന്റെ മഹിതമായ ആദർശത്തിന്. അത് ചോദ്യം ചെയ്യുന്നു. ഇത് പച്ചത്തോന്നിവാസമാണ്, ഇത് പാടില്ല എന്ന് നിയതമായ വിഹിതമായ തലത്തിൽ മാത്രമേ ലൈംഗിക ജീവിതം ഉണ്ടാവാൻ പാടുകയുള്ളൂ എന്ന്. പാടില്ല വികൃതമായ ആശയങ്ങളിലേക്കുള്ള സമീപനങ്ങൾ എന്ന്.
നമ്മൾ അറിയണം, കേരളത്തിൽ ഇന്നത്തെ ചുവന്ന തെരുവുകൾ പോകുന്ന അഭിസാരികകളെ, തെരുവ് വേശ്യകളെ സമീപിക്കുന്നവരിൽ കേരളത്തിലെ യുവാക്കളിൽ അല്ലെങ്കിൽ കേരളത്തിലെ പുരുഷന്മാരിൽ മഹാഭൂരിപക്ഷവും വിവാഹിതരായ ആളുകളാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ? എങ്ങനെ പോയി പോകുന്നു ഈ സമൂഹം ഇത്തരം ദുരന്തത്തിലേക്ക്? നമ്മൾക്കിടയിൽ ഇറങ്ങുന്ന സിനിമകളും സീരിയലുകളും ആ ഒരു അർത്ഥത്തിൽ ആവേശവും പ്രചോദനവും നൽകണില്ലേ? ഏത് സിനിമ എടുത്തു നോക്കിക്കോളിൻ, ഏത് സീരിയൽ എടുത്തു നോക്കിക്കോളിൻ. മുമ്പെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിടയിൽ അറിയപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട സിനിമകളിലും സീരിയലുകളിലൊക്കെ കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ധാർമ്മികത ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ധാർമ്മികതയുടെ ഒരു സ്പർശം പോലും, ഒരു മണം പോലും ഇല്ലാത്ത ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇന്നിറങ്ങുന്ന സകല സീരിയലുകളിലും ഭാര്യ ഭർത്താവ് അവിടെ, ഇവിടുള്ള ഭർത്താവിന് മറ്റവന്റെ ഭാര്യയായിട്ട് പ്രേമം, ഇവിടുള്ള ഭർത്താവിന് ഇവന്റെ ഭാര്യയായിട്ട് സ്നേഹവും പ്രണയവും. അങ്ങനെ ഈ സീരിയലുകൾ കണ്ട് നമ്മുടെ ഉമ്മമാരും അമ്മമാരും സഹോദരിമാരും തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, അവരെങ്ങനെയെങ്കിലും ഒന്ന് ഒന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി പോകുന്നുവെങ്കിൽ എന്തുമാത്രം ദുരന്തമാണ് ഈ സീരിയലുകൾ നമുക്കിടയിൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിറങ്ങുന്ന സിനിമകൾ എടുത്തു നോക്കി, പ്രേമത്തിന്റെ കഥയില്ലാത്ത, പ്രേമത്തിന്റെ വിശദീകരണവും തിരക്കഥയില്ലാത്ത ഏത് ഫിലിം അവിടെ ഇറങ്ങണത്? അത് ഹോളിവുഡ്, കോളിവുഡ്, എന്ത് വുഡാണെങ്കിലും സകല വുഡിൽ ഇറങ്ങണത് പ്രേമ കഥകളാണ്. അഥവാ ഇന്നലെ വരെ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ 10 മാസം നൊന്തുപെട്ട അമ്മയും ഉമ്മയും ഒരു ഭാഗത്ത്, ഇന്നലെ കടന്നു വന്ന കാമുകി മറ്റൊരു വശത്ത്, തന്നെ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ സ്വന്തം മാതാവിനെയും പിതാവിന്റെയും നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് കാമുകിയുടെ കൂടെ ഒളിച്ചോടുന്ന ഇന്നത്തെ കമിതാക്കൾ, യുവാക്കൾ, യുവതികൾ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, എങ്ങനെ കഴിയുന്നു ഇവർക്ക് ഇത്രമാത്രമായ മ്ലേച്ഛമായ കർമ്മങ്ങളിലേക്ക് പോയി പോകാൻ? എന്നിട്ട് ഇന്നത്തെ സിനിമകളോ നമ്മളെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. കാമുകനും കാമുകിയും ഒരുമിച്ച് കൂടുന്നു. അവർക്ക് തടസ്സമായി നിൽക്കുന്നത് വില്ലനാര? ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ കാമുകിയുടെ പിതാവ് അല്ലെങ്കിൽ കാമുകിയുടെ സഹോദരങ്ങൾ. ഒടുവിൽ ഈ കാമുകൻ ഹീറോ ആവുകയും വില്ലനായ സ്വന്തം കാമുകിയുടെ സ്വന്തം പിതാവിന്റെ വയറ്റുകത്ത് കത്തിയെടുത്ത് കുത്തിക്കൊല്ലുകയും ആ സഹോദരങ്ങളെയെല്ലാം ബോംബിട്ട് തകർക്കുകയും ചെയ്യുന്നതോടുകൂടെ ഫിലിം കഴിഞ്ഞു, ദ എൻഡ്. ഉഷാറായി. ഇത് കണ്ടിട്ടാണ് നമ്മുടെ യുവാക്കൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരിക. ഇതവർ ക്യാമ്പസിലും അവരുടെ ജീവിതത്തിലും പ്രായോഗികവൽക്കരിക്കാൻ ശ്രമിച്ചാൽ ആരെയാണ് നമ്മൾ പ്രതിക്കൂട്ടിലാക്കേണ്ടത്? ഇങ്ങനെ യുവതയുടെ മനസ്സിലും മസ്തിഷ്കത്തിലും മ്ലേച്ഛമായ ചിന്തകൾ കുത്തി നടക്കുന്ന ഈ വികൃത സംസ്കാരത്തെ വെറുക്കുന്നു ഇസ്ലാം. പാടില്ല. തുടിക്കുന്ന മിടിക്കുന്ന മനസ്സിന്റെ ഉടമകളെ ഇത്രമാത്രം കലുഷിതമായ മ്ലേച്ഛതയിലേക്ക് നിങ്ങൾ നശിപ്പിക്കരുത്. അതുകൊണ്ട് നിയതമായ വിഹിതമായ മാർഗത്തിലാണ്, അതേ വിവാഹ ബന്ധങ്ങളിലൂടെയാണ് പ്രേമത്തെക്കുറിച്ച് ഇസ്ലാം സംസാരിക്കുന്നത്. വിവാഹത്തിന് മുമ്പുള്ള പ്രേമത്തെയും പ്രണയത്തെയും ഇസ്ലാം തോന്നിവാസമായും മ്ലേച്ഛതയായി പഠിപ്പിക്കുന്നു. വിവാഹത്തിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തെ, പ്രണയത്തെ, ഇഷ്ടത്തെ പുണ്യമുള്ള നന്മയായ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം കിട്ടുന്ന പുണ്യ കർമ്മമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്നാൽ വിവാഹത്തിന് മുൻപാണെങ്കിൽ അത് ശിക്ഷക്ക്, നരകശിക്ഷയ്ക്ക് കാരണമായി തീരാവുന്ന തോന്നിവാസവുമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, ഇന്ന് ഏതെല്ലാം അർത്ഥത്തിലുള്ള മ്ലേച്ഛതകളാണ് ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സകല അർത്ഥത്തിലുള്ള മ്ലേച്ഛതകൾക്കുമെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാം പർദ്ദയെ കുറിച്ച് സംസാരിച്ചത്. ഒരു പെണ്ണിന്റെ ശരീര മേനി അഴകും പ്രദർശനവുമാണ് യുവാക്കളുടെ മനസ്സുകളിൽ ശക്തമായ ആന്തോളനം ഉണ്ടാക്കുക. ഇത് തിരിച്ചറിയുന്ന ലോകത്തെ മുതലാളിത്തം, ലോകത്തെ സാമ്രാജ്യത്വ കുത്തകകൾ ഏത് ഉൽപ്പന്നം, ഏത് പ്രൊഡക്റ്റ് വിൽപ്പനക്ക് വെക്കുമ്പോഴും, ഏതൊരു പ്രൊഡക്റ്റ് സമൂഹത്തിൽ വിറ്റുവരണമെങ്കിലും പെണ്ണിന്റെ മേനിയഴക് പ്രദർശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങളാണ്, കോടികളാണ് ഓരോ മിനിറ്റിനും ഓരോ ഫോട്ടോ പോസിങ്ങിനും വേണ്ടി ഈ താരങ്ങൾ പറ്റുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്. ഇത് കണ്ടും ഇത് വല്ലാത്തൊരവസ്ഥയിൽ അനുരക്തനാകുന്ന കാമഭ്രാന്തന്മാരാകുന്ന യുവതലമുറക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക്, അവർ അതിക്രമങ്ങളിലേക്കോ, അവർ സ്വന്തം മകളിലേക്കോ, സ്വന്തം സഹോദരിയിലേക്കോ, സ്വന്തം അമ്മയിലേക്കോ, സ്വന്തം ഉമ്മയിലേക്കോ, സ്വന്തം അയൽക്കാരന്റെ ഭാര്യയിലേക്കോ, സ്വന്തം സഹോദരന്റെ ഭാര്യമാരിലേക്കോ തിരിഞ്ഞാൽ ആരെയാണ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്? സകല തോന്നിവാസങ്ങൾക്കുമുള്ള ചുറ്റുപാടുകളും സാധ്യതകളും ഒരുക്കുന്ന ഈ വികൃത മുതലാളിത്വത്തിന്റെ വല്ലാത്ത ആശയങ്ങൾക്ക് കൂച്ചുവലം കൊടുന്നു ഇസ്ലാം. പറ്റില്ല, പാടില്ല. മാന്യമായ വേഷവിധാനം സ്വീകരിക്കണം, പരിധികൾ പാലിക്കണം, വികൃതമായ തലങ്ങളിലേക്ക് പോകരുത് എന്ന് പറയുമ്പോ ഇരുട്ടിന്റെ ശക്തികൾക്ക് സഹിച്ചു കൊള്ളണമെന്നില്ല.
ദഹിച്ചു കൊള്ളണമെന്നില്ല. അവർ തങ്ങളുടെ കയ്യിലുള്ള മൂർച്ചയുള്ള ആയുധമായ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു, ആരും ഇസ്ലാമിനെ പഠിക്കരുത്, ആരും ഇസ്ലാമിനെ കേൾക്കരുത്, ഇസ്ലാം പറഞ്ഞതുപോലെ ആരും പറഞ്ഞിടരുത്, പറഞ്ഞിട്ട ഞങ്ങൾക്ക് കണ്ടു രസിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. ആരും ഇസ്ലാം പറഞ്ഞ പോലെ കള്ളു കുടിക്കാതിരിക്കരുത്, നിങ്ങൾ കള്ളു കുടിക്കാതിരുന്നാൽ ഞങ്ങളുടെ പോക്കറ്റ് കാലിയാവും, അതുകൊണ്ട് കുടിക്കണം കള്ള്. നിങ്ങൾ ഖുർആൻ പറഞ്ഞതുപോലെ പലിശ വാങ്ങിക്കാതെ പലിശ തിന്നാതെ മാറി നിൽക്കരുത്, നിങ്ങൾ പലിശ വാങ്ങിക്കണം, നിങ്ങൾ പലിശ തിന്നണം, പലിശയിലാണ് ലോകത്തെ സാമ്പത്തിക ക്രമം, നിങ്ങൾ അതിൽ നിന്നും പിന്മാറിയാൽ ഞങ്ങളുടെ അടിവേര് അറുക്കപ്പെടും, അതുകൊണ്ട് പലിശ വേണം എന്നിത്യാദി കൃത്യമായ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള കൃത്യമായ രക്തരക്ഷ ചിന്തകളുമായിട്ടുള്ള ശക്തമായ സ്വാധീനങ്ങൾ ഇന്നുണ്ട് ലോകത്ത്. ഈ സ്വാധീനത്തിന്റെ വേരുകൾ ഇറക്കുന്നു ഇസ്ലാമിന്റെ മഹിതമായ ആദർശ തലങ്ങൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാം പലർക്കും സഹിക്കണില്ല, ദഹിക്കണില്ല, രസിക്കണില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ സമൂഹത്തിൽ വികൃതവൽക്കരിക്കാൻ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇസ്ലാം പ്രശ്നമാണ്, ഇസ്ലാം തീവ്രവാദമാണെന്ന് വരുത്തി തീർക്കാൻ നിരന്തരമായി അവർ പണിയെടുക്കുന്നു എന്നതാണ് സത്യം. സഹോദരങ്ങളെ, എന്തിന് ഇസ്ലാമിന് ഇത്ര ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം? എന്തിന് ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധ ഏകദൈവ ആരാധനയെ നമ്മൾ നെഞ്ചിലേറ്റണം? എന്തിന് ഇസ്ലാം പഠിപ്പിച്ച കുടുംബ ഭദ്രതയുടെ പവിത്രതയും ഇണക്കവും നമ്മൾ തിരിച്ചറിയണം? എന്തിന് നമ്മൾ ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ പേരിൽ കൊല്ലാതെ നശിപ്പിക്കാതെ വർഗീയവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്താതെ ഐക്യത്തോടെ ഇണക്കത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകണം? അതെ, എല്ലാ അർത്ഥത്തിലും നാളെയുടെ ലോകത്ത് മോക്ഷം ലഭിക്കാൻ, നാളെയുടെ ലോകത്ത് സ്വർഗം ലഭിക്കാൻ, ഈ ലോകത്ത് സ്വസ്ഥതയും ശാന്തിയും സമാധാനവും നേടാൻ കഴിയുന്നതോടൊപ്പം നാളെയുടെ ലോകത്തും ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് സട്ടാവ് നിങ്ങളെ ക്ഷണിക്കുന്നത്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്, അഥവാ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വർഗത്തിലേക്ക്. മരണം എന്നത് സത്യമാണ്, മരിക്കാത്തവരാരുമില്ല, ജനിച്ചവരെല്ലാം മരിക്കും. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലാണ് മനുഷ്യകർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുക. നമ്മൾ ചെയ്യുന്ന തിന്മകൾക്കും നന്മകൾക്കും പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു നിയമ സംവിധാനമോ ഒരവസ്ഥയോ ഈ ഭൂമി ലോകത്തില്ല എന്നതാണ് സത്യം. 100 ആളെ കൊന്ന കൊലയാളിയെ 100 തവണ തൂക്കിക്കൊല്ലണമെന്നാണ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള നീതിയുടെ തേട്ടമെങ്കിൽ ഇത് പ്രായോഗികവൽക്കരിക്കും കഴിയൂ? ഒരാളെ 100 തവണ തൂക്കിക്കൊല്ലാൻ? എത്രയോ നന്മകൾ ചെയ്ത് സമൂഹത്തിന് നന്മക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ച ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ട മഹത്തുക്കൾ പ്രവാചകന്മാർ, അവർ ചെയ്ത നന്മകൾക്ക് ലോകം, അവരുടെ സമൂഹം പകരമായി നൽകിയത് ചെരുപ്പിന്റെ മാലകളും കല്ലേറുകളും കൂവിവിളികളും പീഡനങ്ങളും പ്രയാസങ്ങളുമായിരുന്നില്ലേ? അവർ ചെയ്ത നന്മകൾക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കേണ്ടതില്ലേ? എവിടുന്ന് കിട്ടും? എങ്ങനെ കിട്ടും? അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ നീതിബോധത്തിന്റെ തേട്ടമാണ് നാളെയുടെ ലോകം എന്നത്. പരലോകത്ത് നിഷേധിക്കുന്ന, അല്ലെങ്കിൽ പരലോകം എന്ന യാഥാർത്ഥ്യത്തെ ഗൗരവമായി നോക്കിക്കാണാത്ത ആളുകളോട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പച്ചയായ ചില സത്യങ്ങളുണ്ട്. മനുഷ്യന്റെ വിരലുകൾ പോലും അത്യത്ഭുതകരമായി സംവിധാനിക്കാൻ കഴിഞ്ഞ സട്ടാവിന് മനുഷ്യന് രണ്ടാമതും പുനഃസൃഷ്ടിക്കുക പ്രയാസകരമല്ല എന്ന് പഠിപ്പിക്കുന്നു ഖുർആൻ. മനുഷ്യന്റെ വിരലുകൾ സംവിധാനിക്കാൻ കഴിഞ്ഞ സട്ടാവിന് മനുഷ്യനെ രണ്ടാമത് പുനഃസൃഷ്ടിക്കുക ഒരു പ്രയാസമുള്ള കാര്യമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് എന്ന് ഖുർആൻ 75-ാം അധ്യായം ഖിയാമയിലെ 4-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, മരണം എന്നത് സത്യമാണ്, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം എന്നത് സത്യമാണ്, സ്വർഗവും നരകവും സത്യമാണ്. ഈ ഉള്ളവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു എന്നത് എന്തുമാത്രം സത്യമോ, ഈ സമയം എന്നത് എന്തുമാത്രം സത്യമോ, അതേപോലെയുള്ള ഒരു പരമയാഥാർത്ഥ്യമാണ് മരണം എന്ന സത്യവും. എപ്പോ മരിക്കും, എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും, ഏതവസ്ഥയിൽ മരിക്കുമെന്നൊന്നും പറയാൻ നമുക്കാവില്ല സഹോദരങ്ങളെ. നമ്മൾ അണിഞ്ഞു ഇന്ന് നമ്മുടെ ഈ വസ്ത്രം, ഈ ഡ്രസ്സ്, നമ്മൾ അണിഞ്ഞ ഈ വസ്ത്രം നമ്മൾ തന്നെ ഊരുമെന്ന് ഉറപ്പുപോലില്ലാത്തവരാണ് നമ്മൾ. നമ്മൾ മരിച്ചാൽ നമ്മുടെ സഹോദരങ്ങളാണ് ഊരിയിട്ട് ചെതയിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിച്ച് ഖബറിലേക്ക് കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ നേരെ സെമിത്തേരിയിൽ കൊണ്ടുവെക്കുക. സ്വന്തം വസ്ത്രം അണിഞ്ഞ നമ്മൾ തന്നെ ഊരുമെന്നുള്ള ഉറപ്പ് പോലും ഇല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന സത്യത്തെ കൃത്യമായി തിരിച്ചറിയാനും ഗൗരവമായി മനസ്സിലാക്കാനും മരണാനന്തര ജീവിതത്തിൽ സ്വർഗവും എല്ലാ അർത്ഥത്തിലുള്ള സട്ടാവിന് തൃപ്തിയും ശാന്തിയും സമാധാനവും നേടിയെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ജീവിതത്തെ നന്മയിലധിഷ്ഠിതമാക്കാൻ, ജീവിതത്തെ നന്മയിലധിഷ്ഠിതമാക്കാൻ, ജീവിതത്തെ പ്രമാണബദ്ധമായി വിമലീകരിക്കാൻ, ജീവിതത്തിൽ കൃത്യമായ സട്ടാവിനെ കുറിച്ചുള്ള വിശ്വാസത്തെ ഭദ്രമാക്കാൻ, ജീവിതത്തിന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, ഭരണ മേഖലകൾ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സട്ടാവിന്റെ, അള്ളാഹുവിന്റെ ദൈവികമായ മാർഗവും മാർഗദർശനവും അനുസരിച്ച് ജീവിതത്തിന്റെ നിഖില മേഖലകളെ ചിട്ടപ്പെടുത്താൻ, മുഹമ്മദ്
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകുടോദാഹരണമായ മാതൃകയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ, അത് ജീവിതത്തിന്റെ മാർഗമായി മാതൃകയായി തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ എന്നും നന്മയുടെ ഭാഗത്ത് നിന്ന് എല്ലാ അർത്ഥത്തിലും തിന്മക്കെതിരെ പക്വതയോടെ പാകതയോടെ നിയതമായ തലത്തിൽ പ്രതികരിച്ചുകൊണ്ട് നന്മയുടെ വക്താക്കളായി കൊണ്ടാവണം നമ്മുടെ വിട പറയൽ. നന്മയുടെ ഭാഗത്ത് ഉറച്ചു നിന്നുകൊണ്ടാവണം ഈ ലോകത്തോട് നമ്മൾ വിട പറഞ്ഞു പോകേണ്ടത്. അതുകൊണ്ട് മരണമെന്ന സത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ കഴിവിന്റെ പരമാവധി വിപുലീകരിക്കാനും ജീവിതത്തെ കഴിവിന്റെ പരമാവധി ചിട്ടപ്പെടുത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്നും നന്മയുടെ ഭാഗത്ത് നിൽക്കുക, തിന്മക്ക് അനുകൂലമായി നിൽക്കരുത്. ഒരിക്കലും തിന്മക്ക് വേണ്ടി വാദിക്കുന്നവരുമാകരുത്. എന്നും അവസാന ശ്വാസം നിലക്കും വരെ നന്മക്ക് വേണ്ടി വാദിക്കുന്നവരാകണം. ഈ അടുത്ത് നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണല്ലോ വിമൻസ് കോഡ് ബില്ല്, അല്ലേ, വനിതാ കോഡ്. നമുക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ കാര്യമായ വാദം എന്താ? ജനങ്ങൾ ഇവിടെ പെരുകുന്നു, അതിന് കൂച്ചുവിലങ്ങിടണം. എന്തു വേണം? ഇനി മക്കൾ പിറക്കരുത്, മാതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ച് ചോര പൈതലുകൾ അറുകൊല ചെയ്യണമെന്നൊരു നിർദ്ദേശമാണ് ഈ പറയുന്ന ചില ബുദ്ധിജീവികൾ മുന്നോട്ട് വെച്ചത്. ആളുകളുടെ ധാരണ നമുക്ക് ഗർഭം അലസിപ്പിക്കാം, DNE ചെയ്യാം, DNC ചെയ്യാം, സുന്ദരമായ ആളുകൾ പറയും. യഥാർത്ഥത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ ക്രൂരമായ കൊലക്ക് നമ്മൾ അനുമതി കൊടുക്കുകയാണ്. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടിച്ചേർന്ന് സിക്താണ്ഡമായി മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് 7ാമത്തെ ദിവസം മുതൽ അതെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ സ്വീകരിച്ചു തുടങ്ങും. ആ ഏറ്റവും പ്രഥമാവസ്ഥയിലുള്ള ഏതൊരു ചോര പൈതലും അതിന്റെ ഏറ്റവും തുടക്ക ദശയിൽ ഒരു 10 ദിവസം പിന്നിടുന്നതോടുകൂടെ തന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രത്യേകമായ രാസ സന്ദേശങ്ങൾ അയക്കും മാതാവിന്റെ ശരീരത്തിലേക്ക്. ആ സന്ദേശം കിട്ടിയുടൻ മാതാവിന്റെ പിരീഡ് നിൽക്കും, പിന്നെ ആർത്തവമുണ്ടാവില്ല. അവരുടെ ഇടുപ്പല്ലുകൾ പ്രസവത്തിന് പാകമാകാൻ തുടങ്ങും. അതിന്റെ തുടക്കമാണ് ഈ ഗർഭസ്ഥ ശിശുവിന്റെ ആദ്യത്തെ 10ാമത്തെ ദിവസം മുതലുള്ള സ്റ്റെപ്പുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഏതാനും ആഴ്ചകൾ പിന്നിടുന്നതിനനുസരിച്ച് അതിന്റെ ഓരോ അർത്ഥത്തിലുള്ള ചലനങ്ങളും മിടിപ്പുകളും ഉണ്ടാകുന്ന ഹൃദയമിടിപ്പുകൾ വരെ. എത്രത്തോളം എന്നാൽ 10-20 ആഴ്ചകൾ പിന്നിടുന്ന ഒരു ചോര പൈതലിന്റെ ശരീരത്തിൽ ഒരു ഭാഗത്ത് മുട്ടുസൂചി കൊണ്ട് കൈയിന്റെ ഒരു ഭാഗത്ത് കുത്തിയപ്പോ ആ കുഞ്ഞ് കൈ പുറകോട്ട് വലിക്കുകയും വായ തുറക്കുകയും ചെയ്ത പഠനങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. തന്റെ വ്യക്തി ജീവിതത്തിൽ 75,000-ത്തിലധികം ഭ്രൂണഹത്യക്ക് നേതൃത്വം നൽകിയ ഒരു പാശ്ചാത്യൻ ഡോക്ടറിനെ കുറിച്ച് യൂട്യൂബിലടക്കം നമുക്ക് കാണാൻ കഴിയും. അയാളുടെ വികൃത നടപടിയെ കുറിച്ച്. ഒടുവിൽ അദ്ദേഹം ക്യാൻസർ ബാധിച്ച് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രായാധിക്യമായ ഒരവസ്ഥയിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് ശക്തമായ ഭ്രൂണഹത്യ വിരോധത്തിനെതിരെ അല്ലെങ്കിൽ ഭ്രൂണഹത്യ മാനവികതയ്ക്കെതിരാണെന്ന് വാദിച്ചുകൊണ്ടാണ് അയാൾ മരിച്ചു പോണത്. പക്ഷെ അതിനിടയിൽ അദ്ദേഹം 10,75,000 ഭ്രൂണഹത്യക്ക് കത്തിവെച്ച ആളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ മാതാവിന്റെ ഗർഭാശയത്തിൽ ഘട്ടം ഘട്ടമായ വളർച്ച പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ചോര പൈതലിന്റെ കൈയും കാലും തുടങ്ങി പ്രത്യേകമായ സ്കാൾഷെൽ എന്ന് പേരുള്ള പ്രത്യേകമായ കത്രിക മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് കൊണ്ടുപോയി മുറിച്ച് കഷ്ണം കഷ്ണമാക്കി ചൊരണ്ടി മാന്തി എടുക്കണ പണിക്കാണ് DNE എന്നും DNC എന്നും പറയാ. കുറച്ചുകൂടി വളർച്ച പ്രാപിച്ച കുഞ്ഞാണെങ്കിൽ തലയോട്ടിയെല്ലാം കുറച്ച് ബലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ നടക്കുന്നത് കൊടും ക്രൂരതയാണ്. ആ തലയോട്ടിയെ കഷ്ണം കഷ്ണമായി പൊട്ടിച്ച് പീസാക്കി ചീളുകളാക്കിക്കൊണ്ടാണ് നമ്മൾ പുറത്തെടുക്കുക. ഈ തോന്നിവാസത്തിനാണ് നമ്മൾ സാക്ഷികളാകുന്നത്. ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കിയ ആ ചിതറിയ ശരീരത്തെ ചോരയിൽ കുതിർന്ന ചോര പൈതലിന്റെ അവയവങ്ങളെ ഏതൊരു അമ്മയുടെ ഉമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചാലും ആ മാതാവിന്റെ കൽബ് പടയില്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ തിന്മക്കാണ് നമ്മൾ നേതൃത്വം നൽകുന്നത്. സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞു വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാകിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ 31-ാമത്തെ വചനം. നിങ്ങളുടെ പൊന്നുമക്കളെ നിങ്ങൾ അറുകൊല ചെയ്യരുതേ. ദാരിദ്ര്യ ഭയത്താൽ നിങ്ങളുടെ പൊന്നുമക്കളെ നിങ്ങൾ കൊന്നുകളയരുതേ. നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നവൻ ഭക്ഷണം നൽകുന്നവൻ ഞാനായിരിക്കെ നിങ്ങൾ ചെയ്യുന്ന ഈ അതിക്രമം വല്ലാത്ത അപരാധമാണ്, കൊടിയ അപരാധമാണ്. കൊല്ലരുതേ പൊന്നുമക്കളെ എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ. അതേ ഗർഭസ്ഥ ശിശുവിന്റെ അവകാശത്തിന് വേണ്ടി ജീവിക്കാനുള്ള പിറന്നു വീഴുവാനുള്ള ആ ചോരപ്പൈതലിന്റെ അവകാശത്തിന് വേണ്ടി അടക്കം ശബ്ദിക്കുന്ന മാനവികതയുടെ മാനവരാശിക്ക് വേണ്ടി അവതരിപ്പിക്കട്ടെ ദൈവികമായ മാർഗദർശക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ചോരപ്പൈതൽ
പൈതലിന്റെ അവകാശത്തെക്കുറിച്ച് വരെ സംസാരിക്കുന്ന ഗ്രന്ഥം, മാനവരാശിക്ക് അർഹമായി അവകാശപ്പെട്ട അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഗ്രന്ഥം, നന്മയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന ഗ്രന്ഥം, പെണ്ണിന്റെ അവകാശങ്ങളെല്ലാം പിച്ചി ചീന്തി അവരുടെ തലയിൽ ബാധ്യതകൾ മാത്രം കെട്ടിവെച്ച മറ്റുതര പ്രത്യേക ശാസ്ത്രങ്ങളും ഭൗതിക ദർശനങ്ങളുമുള്ള ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ബാധ്യതകൾ ഉള്ളതോടൊപ്പം തന്നെ അവൾക്ക് അർഹമായ അവകാശങ്ങളുണ്ട്. ജനിക്കാനും ജീവിക്കാനും സ്വത്തവകാശവും അനന്തരാവകാശവും, അതേപോലെ തന്നെ വിവാഹ മൂല്യത്തിനുള്ള അവകാശവും വിവാഹ മോചനത്തിനുള്ള അവകാശവും, അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവകാശങ്ങളെല്ലാം പെണ്ണിനുണ്ട് എന്ന് പഠിപ്പിച്ച മഹിതമായ മാർഗദർശനമാണ് ഇസ്ലാം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. എന്തിനേറെ ചോരപ്പൈതൽ, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന ചോരപ്പൈതലിന്റെ അർഹമായ അവകാശമാണ് മുലപ്പാലെന്നും അതുകൊണ്ട് തന്നെ അമ്മവും അതേ മാതാക്കൾ തങ്ങളുടെ പൊന്നുമക്കൾക്ക് കൃത്യമായി മുലപ്പാൽ നൽകണമെന്നും പഠിപ്പിച്ച് ചോരപ്പൈതലിന്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം തലങ്ങളെ സ്പർശിക്കുന്നു ഈ മഹിതമായ ശാന്തിയുടെ സമാധാനത്തിന്റെ ആദർശ പ്രസ്ഥാനമായ ഇസ്ലാം. അതുകൊണ്ട് ഈ ഇസ്ലാമിനെ അറിയാൻ, അടുക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. കേവലമായ തെറ്റുധാരണകളിൽ അകപ്പെടാതെ, കേവലമായ ആരോപണങ്ങളിൽ അകപ്പെടാതെ, കേവലമായ വികൃതവൽക്കരണങ്ങളിലും കരിവാരിത്തേക്കലുകളിലും പങ്കുകാളികളാകാതെ മാറി നിന്ന് ചിന്തിക്കാൻ, മനസ്സു തുറന്ന് ചിന്തിക്കാൻ, കണ്ണു തുറന്നൊന്ന് കാണാൻ, കാതു തുറന്നൊന്ന് കേൾക്കാൻ, കൽബു തുറന്ന് ഹൃദയം തുറന്നൊന്ന് മനസ്സിലാക്കാൻ, മസ്തിഷ്കത്തെ സജീവമാക്കി ഒന്ന് ചിന്തിക്കാനുള്ള മനസ്സാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. ഇവിടെ ഇസ്ലാം ശാന്തിയുടെ മതം എന്ന മഹിതമായ ആദർശത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ മനസ്സുകളിൽ സമർപ്പിക്കുകയാണ്. തുടർന്നും ഇസ്ലാമിനെ പഠിക്കാൻ, ഇസ്ലാമിനെ അറിയാൻ താല്പര്യമുള്ള സഹോദരങ്ങൾ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ഇസ്ലാഹി പ്രവർത്തകരുമായി, മുജാഹിദ് പ്രവർത്തകരുമായി ബന്ധപ്പെടാവുന്നതാണ്. തുടർന്നും ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് അതേ പാലക്കാട് ടൗണിൽ തന്നെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഓഫീസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളുമുണ്ട്. ഇസ്ലാമിനെ നിരന്തരമായി മലയാളി സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്ര പാരമ്പര്യമുള്ള ഈ മഹിതമായ നവോത്ഥാന പ്രസ്ഥാനം തെരുവുകളിലും അതേപോലെ തന്നെ ഉൾപ്രദേശങ്ങളിലും സാധാരണക്കാരന്റെ വീട്ടുമുറ്റത്ത് വരെ എത്തി നിന്ന് ഇതിന്റെ പ്രവർത്തകർ നന്മയുടെ, സത്യത്തിന്റെ, സമാധാനത്തിന്റെ, സ്വർഗത്തിന്റെ, മോക്ഷത്തിന്റെ സന്ദേശത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. ഭൗതികമായ ലാഭക്കൊതിയില്ലാതെ ഇലക്ഷനിൽ മത്സരിച്ച് വോട്ട് നേടി പാർലമെന്റ് അംഗമാകാനോ ലോക്സഭാ അംഗമാകാനോ ഉള്ള അടങ്ങാത്ത ദാഹമില്ലാതെ ഈ അർത്ഥത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ഈ കേവലമായ സങ്കുലിത ചിന്തകൾ ഒതുങ്ങി നിൽക്കാതെ ഞങ്ങൾക്ക് കിട്ടിയ നന്മ, ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം, ഞങ്ങൾ മനസ്സിലാക്കി ഈ സത്യം, ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഉറ്റവർക്ക്, ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മഹല നിവാസികൾക്ക്, ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അയൽക്കാരായ മറ്റു തരം മതത്തിൽപ്പെട്ട ആളുകൾക്ക്, ഞങ്ങളുടെ കൂട്ടുകാർക്ക്, ഞങ്ങളുടെ ഉറ്റവർക്ക്, ഞങ്ങളുടെ ഉടയവർക്ക്, ഞങ്ങളുടെ ചോരകൾക്ക് ഇതറിയണം, അവരറിയിച്ചു കൊടുക്കണം, എത്തിച്ചു കൊടുക്കണം എന്നുള്ള അടങ്ങാത്ത കൊതിയും പൂതിയും ദാഹവും ഇഷ്ടമല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഈ പ്രസ്ഥാനത്തിനില്ല. ഇവിടെ ഇതിന്റെ പ്രവർത്തകർ ഇവിടെ സ്റ്റേജ് കെട്ടി ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോ ഇവിടെയുള്ള സകല മത സമൂഹത്തിൽപ്പെട്ട ആളുകളെയും ക്ഷണിക്കുമ്പോ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ള വാദം ഇതിന്റെ പ്രവർത്തകർക്കില്ല, ഞങ്ങൾക്കില്ല. ഞങ്ങളെയെല്ലാം നിങ്ങൾ പരിഗണിക്കണമെന്ന വാദമില്ല. ഇതൊന്നും മനസ്സൊന്ന് കേൾക്കാനുള്ള സന്മനസ്സുണ്ടാകണമേ. നിങ്ങളോടുള്ള വല്ലാത്ത ഇഷ്ടം കൊണ്ടും വല്ലാത്ത സ്നേഹവും കൊണ്ടാണ് ഞങ്ങൾ പഠിച്ച, ഞങ്ങൾ അറിഞ്ഞ, ഞങ്ങൾക്ക് ബോധ്യമുള്ള ഈ സത്യം ഹൃദയത്തിന്റെ ഭാഷയിൽ മനസ്സു തുറന്ന്, കൽബ് തുറന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന പുസ്തകമായി പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ. കേൾക്കണമേ, അറിയണമേ എന്നുള്ള ദാഹവും കൊതിയുമാണ് ഞങ്ങൾ നയിക്കുന്നത്. നാളുകളുടെ ലോകത്ത് ലോകങ്ങളുടെ നാഥനിൽ നിന്ന് ഉന്നതമായ പ്രതിഫലം നേടിയെടുക്കാൻ അതല്ലാത്ത ഭൗതികമായ ഒരു നേട്ടമോ താല്പര്യവുമില്ല. പക്ഷേ ഇത് സ്വാഭാവികമായും ആളുകൾ പഠിക്കാം, ആളുകൾ വിമർശിക്കാം, ബഹിഷ്കരണങ്ങൾ ഉണ്ടാവാം, വിയോജിപ്പുകൾ ഉണ്ടാവാം. യോജിപ്പുകൾ ഉണ്ടായിരുന്നാലും ഏതർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും ഈ സത്യമത പ്രബോധനം തുടരുക തന്നെ ചെയ്യും. ജീവിതത്തിന്റെ അവസാന ശ്വാസം നിലക്കും വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിന്റെ ആദർശമായി കൊണ്ടു നടക്കാൻ പ്രതിജ്ഞയെടുത്ത പ്രവർത്തകരാണ് ഇസ്ലാഹി പ്രവർത്തകർ. അതേപോലെ തന്നെ മരണത്തിന്റെ അവസാന നിമിഷത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ സന്ദേശം ഇവിടെയുള്ള മുഴുവൻ സഹോദരങ്ങളുടെ മനസ്സുകളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇതിന് ലോകങ്ങളുടെ നാഥൻ സാക്ഷിയാണ്. നാഥ, ഞങ്ങൾ എത്തിച്ചു, അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുള്ള മനസ്സ് നൽകി ഞങ്ങളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കേരള നദവത്തുൽ മുജാഹിദീൻ്റെ യുവജന ഘടകമായ ഇത്തിഹാദുസ് സുബ്ഹാനുൽ മുജാഹിദീൻ
സംസ്ഥാനതല ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വരുന്ന ഫെബ്രുവരി 15 തൊട്ട് 19 വരെ കോട്ടമൈതാനത്ത് വെച്ച് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രചരണവുമായിട്ടാണ് ഇവിടെ ഈ സമ്മേളനം നടന്നത്. ക്യാമ്പയിൻ്റെ പ്രമേയമായ ഇസ്ലാം ശാന്തിയുടെ മതം എന്ന പ്രമേയത്തെ ഇവിടെ അവതരിപ്പിച്ച മൗലവി സുബൈർ പീഡിക്കലിനെ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു.